ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ചെയ്യാൻ പോവാണ്. ദർ ആർ 3 റൂൾസ് ആൻഡ് 3 ഫാക്ട്സ് റിഗാർഡിംഗ് ദ സ്കിൻ കെയർ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്. ആ 3 റൂൾസ് ഞാൻ ആദ്യം പറയാം, 3 ഫാക്ട്സ് ഞാൻ ഈ വീഡിയോ തീരുമ്പോഴായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 റൂൾസിലെ റൂൾ നമ്പർ 1, മേക്ക് ഷുവർ യു വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി ബിഫോർ യു ടച്ച് യുവർ സ്കിൻ. അതിപ്പോൾ സ്കിൻ കെയർ റുട്ടീൻ ആയാലും വേറെ മേക്കപ്പ് ആയാലും എന്തായാലും വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി ജസ്റ്റ് ബിഫോർ you touch your skin. Okay, rule number 2, whatever goes onto your skin, on your face, has to go on your neck as well. Rule number 3, നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം അതിന് കൊടുക്കുക ടു അബ്സോർബ് ഇൻ ടു യുവർ സ്കിൻ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ. 3 ഫാക്ട്സ് ഞാൻ ലാസ്റ്റ് പറയാം. ബട്ട് ബിഫോർ വി ബിഗിൻ ദ റൂട്ടീൻ വി നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് വൺ തിങ്, ദാറ്റ്സ് മൈ ഹെയർ. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി കെട്ടി വയ്ക്കാം. ഒരു ശല്യങ്ങളും നമ്മുടെ മുഖത്തുണ്ടാകാൻ പാടില്ല. Let's begin. നമുക്കൊരു ഹൈ പോണി കെട്ടാം. എൻ്റെ ഹെയറിനൊരു പ്രത്യേകതയുണ്ട്, ദറ്റ് ഐ കാൻ യൂസ് എല്ലാ കൈൻഡ്സ് ഓഫ് ഹെയർ ടൈയും. അത് ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ വലുതായി, ഇങ്ങനത്തെ സംഭവം. ഇതിനെ ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ടിടും. അപ്പോൾ എൻ്റെ മുടി കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. സെറ്റ്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടിവെച്ചു. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഡിഫറെൻ്റ് ആണ്. മോർണിംഗ് ആണ് കുറച്ചും കൂടെ എലാബറേറ്റ്, നൈറ്റ് ഭയങ്കര സിമ്പിളാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ മോർണിംഗ് ഞാൻ ആദ്യം തന്നെ ഐ വാഷ് മൈ ഫേസ് ഓഫ് കോഴ്സ്. ആൻഡ് മോർണിംഗിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈസ് എ ക്ലെൻസിങ് ബാർ ആക്ച്വലി, ആൻഡ് ദിസ് ഇസ് ദറ്റ് ബാർ. ഇതാണ്. ഇത് ആമസോണിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇത് എങ്ങനെയാണ് ഇരിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു ക്യൂട്ട് ലുക്കിങ് ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഫേസ് ആൻഡ് നെക്ക് വൃത്തിയായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കണേ. ദർ ഇസ് നത്തിങ് ഓൺ മൈ സ്കിൻ റൈറ്റ് നൗ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോണറാണ് അടുത്തത്. ആൻഡ് ദിസ് ഈസ് ദ ടോണർ ദറ്റ് ഐ ഹവ് ബിൻ യൂസിങ്. ബ്യൂട്ടി ഓഫ് ജൂസോണിൻ്റെ ഒരു ഗ്ലോ റൈസ് മിൽക്ക് ടോണറാണ്. ആൻഡ് ഐ ഷേക്ക് എവറിത്തിങ് ബിഫോർ ഐ യൂസ് ഓൾ ദ പ്രോഡക്ട്സ്. അപ്പോൾ ഷേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ കയ്യിലെടുക്കുക. ലേശം എടുത്താൽ മതി. നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ഫേസിലേക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫുൾ പാമിൽ അത് ഞാൻ സ്പ്രെഡ് ചെയ്യണമേ, കണ്ണിൽ പോയി. എന്നിട്ട് ഇങ്ങനെ സ്കിന്നിന് ഇങ്ങനെ കാം ഡൗൺ ചെയ്യണ പോലെ ഞാനിങ്ങനെ കൊടുക്കും. ഇത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടി കേട്ടോ. ആഹാ. ആക്ച്വലി ഈ ഒരു ടോണർ ഫീൽസ് ലൈക്ക് വാട്ടർ. വേറെ പ്രത്യേകിച്ച് ഒരു ഫീലും അല്ലെങ്കിൽ മണമോ ഒന്നും ഇതിനില്ല കേട്ടോ. ഇത് ശരിക്കും വെള്ളത്തിനെ പോലെ തോന്നുക. ചെറുതായിട്ടൊരു കഞ്ഞിവെള്ളം ഫീലുണ്ട്. റൈസ് വാട്ടർ ആണല്ലോ, പക്ഷെ അങ്ങനെ അതിൻ്റെ ഒരു മണമൊന്നുമില്ല. ഇറ്റ് ഈസ് ഫ്രേഗ്രൻസ് ഫ്രീ. ഇനി ഇപ്പോൾ ഇച്ചിരി ഒരു മോയ്സ്റ്റ് ഒരു ഫീൽ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഒരു ഇച്ചിരി സമയം അതിനൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുക. അത് സെറ്റിൽ ഡൗൺ ആവുമ്പോഴത്തേനും ഞാൻ എൻ്റെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളെ കാണിക്കാം, വിച്ച് ഇസ് മൈ സീറം. സോ ഐ യൂസ് ദിസ് വൺ. ഓർഡിനറിയുടെ നയസിനമൈഡ് സീറമാണ് ഇത്. സോ എനിക്ക് ആക്നി സ്കാർ ഉണ്ട്, ആസ് യു ക്യാൻ സീ. കുറേ ആക്നി സ്കാർ ഉണ്ട്. ഇതൊക്കെ സ്കാർ ആട്ടോ, ഇതൊന്നും ആക്റ്റീവ് ആക്നി അല്ല, ഇതൊക്കെ മുന്നേ വന്നതിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ആക്നി സ്കാർ അല്ലെങ്കിൽ സ്കാറുകളൊക്കെ ഫേസിലുള്ളവർക്ക് ഏറ്റവും നല്ലത് ഇസ് നയസിനമൈഡ്. 10% ഉള്ള സീറമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഞാൻ നോക്കി വാങ്ങിയതാണ് ഓർഡിനറിയുടെ. നമ്മളിതിൻ്റെ പുറകെ കുറച്ച് റീസേർച്ചൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. ഇതിങ്ങനെ വെറുതെ ഉള്ളൊരു പരിപാടിയല്ല. ഇതിൻ്റെ പുറകെ പോകുന്ന അധ്വാനം അത് മറ്റാർക്കും അറിയില്ല. ഇനിയിപ്പോൾ അറിയിക്കുക നമ്മൾ ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതും ഞാൻ ഷെയ്ക്ക് ചെയ്യും. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ടോണറൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഫേസിൽ. ആൻഡ് നമ്മൾ ഇത്രയും മതി. ആൻഡ് ഈ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന പോലെ ഇത് മുഖത്തിട്ട് നിങ്ങൾ തേക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്ത് ജേംസ് ഉണ്ട്, ലൈക്ക് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മൾ എത്ര വാഷ് ചെയ്താലും അതുണ്ടാവും. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ആ പ്രോഡക്റ്റിലേക്ക് മുഴുവനായിട്ട് ഇടുകയാണ്. ഡോണ്ട് ഡൂ ദാറ്റ് പ്ലീസ്. ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് ഇസ് ജസ്റ്റ് ഫോർ ദ
ബെനിഫിറ്റ് ഓഫ് ദ വീഡിയോ ആ വീഡിയോയിൽ കുറച്ച് ഭംഗിയായിട്ട് ഇങ്ങനെ എന്നൊക്കെ കാണിക്കണം. നിങ്ങൾ അങ്ങനെയൊന്നും കാണിക്കരുത്. ഇത് നിങ്ങൾ കയ്യിലെടുക്കുക. നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കയ്യിലെടുക്കുക. കുറച്ച് മതി, നമുക്ക് ഒരുപാട് വേണ്ട. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ക്വാണ്ടിറ്റി ഉണ്ട്. അത് അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻഡ് ഇത് നമ്മൾ പാമിൽ വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് അഗൈൻ ഇങ്ങനെ ഡാബ് ചെയ്യാണ് ഞാൻ ചെയ്യുക. ഒന്നും തേക്കണ്ട, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതും ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. മാക്സിമം ഫ്രേഗ്രൻസ് ഫ്രീ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഫ്രേഗ്രൻസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കെമിക്കൽസ് അവർ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്രേഗ്രൻസ് വരുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അയ്യോ ഒരു നല്ല മണമില്ലല്ലോ ഇതിനെന്നൊക്കെ. പക്ഷേ ജസ്റ്റ് കീപ്പ് ഇറ്റ് റിയൽ ഗൈസ് ആൻഡ് ബി ജെൻറ്റിൽ. ഇങ്ങനെ ഭയങ്കര ശക്തി ഉപയോഗിക്കരുത് നമ്മുടെ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും. ബി ജെൻറ്റിൽ. ഇനി അതും അബ്സോർബ് ആവാൻ നമ്മൾ കുറച്ച് സമയം അതിന് കൊടുക്കുകയാണ്. മീൻ വൈൽ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഞാൻ കുറേ പ്രോഡക്ട്സ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി വാട്ട് വർക്ക്സ് ഫോർ യുവർ സ്കിൻ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ, എന്നാൽ ഇച്ചിരി അണ്ടർ റേറ്റഡ് ആണോ എന്ന് തോന്നിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഐ മീൻ ഡസൻറ്റ് മീൻ ദാറ്റ് നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഐ ജസ്റ്റ് മീൻ ദറ്റ് ഇത് ഭയങ്കര അഫോർഡബിൾ ഒരു സാധനമാണ്, പക്ഷേ ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക് ഓൺ യുവർ സ്കിൻ. ടോക്കിംഗ് അബൌട്ട് ദിസ് തിങ്, ഡോട്ട് ഇൻ കീയുടെ മോയ്സ്ചറൈസറാണ് ഇത്. ഇത് ബാരിയർ റീപെയർ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ രണ്ട് പാക്ക് ഞാൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെയിലേക്ക് കടന്നു. ഡോട്ട് ഇൻ കീയുടെ തന്നെ ഇത് ഞാൻ വാങ്ങി. പിന്നെ ഇതിൽ നയസിനമൈഡ് ഉണ്ട് എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ഞാൻ ഇത് മേടിക്കുന്നത്. കാരണം ലൈക്ക് ഐ സെഡ് ഏർലിയർ, എൻ്റെ സ്കിന്നിന് നയസിനമൈഡാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നയസിനമൈഡും മോയ്സ്ചറൈസറും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഇതിൻ്റെ ഫീലാണ് ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ദിസ് ഫീൽസ് ബെറ്റർ ഓൺ മൈ സ്കിൻ. ലൈക്ക് ഇതിടുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സംതൃപ്തി കിട്ടാറുണ്ട്. അതെൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു ആക്ച്വലി. എന്നാലും ഇതിനകത്തൊരു ഇച്ചിരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കും വല്ലപ്പോഴൊക്കെ. അപ്പോൾ ഇതെനിക്കിത് മേടിക്കണം. ഇത് കഴിഞ്ഞാൽ ഞാൻ മിക്കതും ഇതിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് അഗൈൻ ഡോട്ട് ഇൻ കീയുടെ പ്രോഡക്ട്സ് ഭയങ്കര റീസണബിൾ പ്രൈസാണ്. ലൈക്ക് അവരുടെ പ്രൈസിങ് ഭയങ്കര ലോ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇനി നല്ലതല്ലേ, നമുക്ക് അങ്ങനൊരു സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടല്ലോ. പക്ഷേ ഭയങ്കര നല്ലതാണ്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ജനറസ് എമൗണ്ട് എടുക്കുക. കുറേ എടുത്തോളൂ, എത്ര എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായി റബ്ബ് ചെയ്യുക നമ്മുടെ പാമിൽ. എന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് നെക്കിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് എൻ്റെ ഫേസിൽ പോയിട്ട് ആഹാ, ദിസ് ഫീൽസ് സോ ഗുഡ്. ഇതിനും കുറച്ച് ആക്ച്വലി ഡോട്ട് ഇൻ കീയുടെ ഈ രണ്ട് മോയ്സ്ചറൈസറിനും ഒരു കഞ്ഞിയുടെ മണമുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും പിന്നെ മോയ്സ്ചറൈസർ ഇടുമ്പോൾ യു നീഡ് ടു ഗിവ് എ മസാജ്. ഓക്കെ, ആ മസാജിൻ്റെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫോർഹെഡിന് ഞാൻ ഈ മസാജ് കൊടുക്കും. ഇതൊരു സിമ്പിൾ മസാജ് ആട്ടോ. നിങ്ങൾ ഇതുവരെ ഓൺലൈനിൽ കണ്ടിട്ടുള്ള പോലത്തെ ഫേസ് യോഗ അല്ലെങ്കിൽ മറ്റേ ഫേസ് ലിഫ്റ്റിംഗ് പരിപാടിയൊന്നുമല്ല. ഇത് നമ്മുടെ ഫോർഹെഡിൽ റിങ്കിൾസ് വരാതിരിക്കാനായിട്ടുള്ളൊരു മസാജാണ്. ഇനി കണ്ണിന് ചുറ്റും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതും ഒരുപാട് ശക്തി കൊടുക്കരുത്. ലൈക്ക് ഐ സെഡ് ഏർലിയർ, നമ്മൾ ചെറിയ ഒരു ഇതിൽ ഇങ്ങനെയാണ് കണ്ണിന് ചുറ്റും കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ കണ്ണിന് ചുറ്റും റിങ്കിൾസ് വരില്ല. നമ്മൾ ഇപ്പം തന്നെ അതിനു വേണ്ടി തയ്യാറെടുത്താലേ ഭാവിയിൽ റിങ്കിൾസൊക്കെ വരാണ്ടിരിക്കുകയുള്ളൂ. റിങ്കിൾസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, ആഹാ. ഇനി മൂക്കിനെ ഞാൻ ഇങ്ങനെയാക്കും. കാരണം ഓൾറെഡി ചളങ്ങിയിരിക്കണ മൂക്കാണ്. അപ്പോൾ അതിനൊന്ന് ഒതുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കുക. ലൈക്ക് നമ്മുടെ ഫേസ് കുറച്ച് പ്രായം കഴിഞ്ഞാൽ, ലൈക്ക് നമ്മളൊരു 40s എത്തുമ്പം ഇത് ഇങ്ങനെയാണ് വരിക, മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ ചെയ്യണേ. കണ്ടിട്ടില്ലേ, ചില ആൾക്കാർക്ക് ഇവിടെ ഒരു കുഞ്ഞൊരു തൂങ്ങൽ വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യണത്. പിന്നെ അങ്ങനെ ഇവിടെ നമുക്ക് നെക്കിൽ ഞാൻ ഇടാൻ മറന്നു. ഐ മീൻ ഇട്ട് വെച്ചിരുന്നു, പക്ഷെ മസാജ് കൊടുക്കാൻ മറന്നു. നെക്ക് എപ്പോഴും അപ്വേർഡ്സ് ആണ് നിങ്ങൾ മസാജ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അഗെയിൻ അതാണ് അതിൻ്റെ ഒരു റൂള്. ഞാൻ കുറേ പേര് നെക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇനി ഇതിന് വേറെ തിയറി ആയിട്ട് ആരെങ്കിലും വരുമോ എനിക്കറിയില്ല. ഓക്കെ, സിമ്പിൾ മസാജാണ്. ഒരുപാട് സമയമൊന്നും എടുക്കുന്ന പരിപാടിയല്ല. കാരണം എനിക്ക് അങ്ങനെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. സമയമില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ല, അത്ര തന്നെ. ബാക്കി എന്ത് വന്നാലും നമ്മൾ നമ്മുടെ കയ്യിലിടുക. കാരണം നമ്മുടെ ഫേസ് പോലെ തന്നെ കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ കൈ. അപ്പോൾ കൈയും ക്യൂട്ടായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ കഴിഞ്ഞു. മോയ്സ്ചറൈസർ അബ്സോർബ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സൺസ്ക്രീൻ. സൺസ്ക്രീൻ അഗൈൻ ഞാൻ ഒരു ലവ് ആൻഡ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഐ ഹവ് ഹാഡ് വിത്ത് ദ സൺസ്ക്രീൻസ് ഓൾ മൈ ലൈഫ്. കാരണം സൺസ്ക്രീൻ ഇടുമ്പം എനിക്ക് എൻ്റെ ഫേസിൽ കുരു വരുന്നു എന്ന് ഫോർ ദ ലോങ്ഗസ്റ്റ് ടൈം ഐ ഹവ് ബിലീവ്ഡ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പറഞ്ഞത്, നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന അതേ എന്താ പറയുക ശ്രദ്ധയോടെ വേണം സൺസ്ക്രീനും റിമൂവ് ചെയ്യാനായിട്ട്. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ പ്രോപ്പർ, നമ്മൾ വിചാരിക്കും സൺസ്ക്രീൻ അല്ലേ വെറുതെ നമുക്ക് ഫേസ് വാഷ് ഇട്ട് കഴുകിയേക്കാം. അങ്ങനെയല്ല, നിങ്ങളുടെ ഒരു മേക്കപ്പ് റിമൂവൽ റുട്ടീൻ എന്താണോ അത് തന്നെ സൺസ്ക്രീൻ ഇടുന്ന ദിവസം നിങ്ങൾ വിച്ച് ഇസ് എവറി ഡേ അത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഒട്ടുമിക്ക സൺസ്ക്രീൻ ഈ വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റ്ലി കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീനൊക്കെ വന്നിട്ട്. ബൈ ദ വേ മേ ബി കഴിഞ്ഞ ഒരു 5 വർഷത്തിലായിരിക്കും അങ്ങനത്തെ സൺസ്ക്രീൻസ് വന്നത്. അപ്പോൾ എനിക്ക് വൈറ്റ് കാസ്റ്റ് വരുമ്പോൾ ഭയങ്കര, നമ്മളൊന്ന് സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ അവിടെയൊക്കെ ഇരിക്കും. പിന്നെ നമ്മുടെ ഐബ്രൗസിൽ ഇങ്ങനെ പൊടി വന്നിരിക്കുക. ഓഹ്, I have had a tough time with all the sunscreens, by the way. അങ്ങനെ I have finally arrived at a conclusion that for my skin, ഈ സൺസ്ക്രീൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഓക്കെ ഇവിടെ കാണിക്കുക നല്ലത്. ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ മേടിക്കുമ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. SPF 50 മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ PA++ എന്ന് പറയുന്ന ആ സാധനം മിനിമം 3+ ഉണ്ടായിരിക്കണം. ഈ 2 സാധനം ഇല്ലാത്ത സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല. ഈ 20 SPF ഒന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. വീട്ടിനകത്തിരിക്കാനാണെങ്കിൽ ഓക്കെ, പുറത്ത് പോകാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 വേണം. ആൻഡ് ഐ ലവ് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇസ് വെൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീൻ. ഇറ്റ് ഫീൽസ് സോ നൈസ് ഓൺ മൈ സ്കിൻ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതും നമ്മൾ ജനറസ് എമൗണ്ട് എടുക്കുക. സൺസ്ക്രീനും ഇതെനിക്ക് 2 ഫിംഗേഴ്സ് സാധനം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര ഒരു ലിക്വിഡ് ഒരു ഫോർമുലയാണ്, ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ആ 2 ഫിംഗേഴ്സ് സാധനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ സൺസ്ക്രീൻ ഇടാറ്. അപ്പം ഇത് നമ്മൾ കുറച്ചിങ്ങനെ എടുത്താൽ മതി, കുറച്ചധികം എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീനിലും മോയ്സ്ചറൈസറിലും നമ്മൾ ഒരു പിശുക്കും കാണിക്കേണ്ട. എന്നിട്ട് ഞാനിങ്ങനെ ഇടും. ജസ്റ്റ് ഫീൽ സോ ഗുഡ്. സ്കിൻ കെയറിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ, നമ്മുടെ സ്കിന്നിനെ നമ്മളെങ്ങനെ ലാളിക്കുകയാണ്. പാമ്പറിങ് യുവർ സ്കിൻ ഇസ് വാട്ട് ഐ മെന്റ്. അപ്പോൾ കണ്ടോ, ഇതിനൊരു ഗ്ലോ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ആൻഡ് നോ വൈറ്റ് കാസ്റ്റ്, സോ ലൈറ്റ് ഓൺ യുവർ സ്കിൻ. ബൈ ദ വേ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതിലൊറ്റ പ്രൊഡക്ട്സും എനിക്ക് വെറുതെ കിട്ടിയതല്ല, ഞാൻ കാശ് എടുത്ത് വാങ്ങിയതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഡോട്ട് ആൻഡ് കീനെ ഇത്ര പുകഴ്ത്തിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇതിന് പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന്. ഒട്ടുമല്ല, അവരിത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി ഇതെങ്ങനെ കണ്ടിട്ട് വന്നാലായി. ഓക്കെ, സെയിം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മസാജ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ മസാജ് ഇതേപോലെ അത്രയും സമയം മെനക്കെടണം എന്നില്ല. കാരണം നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫേസിന് വേണ്ട മസാജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒറ്റൊരു പരിപാടിയും കൂടെ ഉണ്ട്, വിച്ച് ഇസ് ലിപ് ബാം. എനിക്ക് വർക്ക് ആവുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇസ് ദ OG വാസ്ലീൻ. ഇതാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. പ്ലസ് എനിക്ക് ഐ ഹാവ് ലൈക്ക് ഒരു ബിഗ് എന്താ പറയുക ലവ് സ്റ്റോറി വിത്ത് ലിപ് ബാംസ്. ഇതൊരു ഫാക്ട് സ്പിറ്റിംഗ് ആണ്. ലൈക്ക് about my life, I cannot live without a lip balm. എനിക്ക് വേറൊരു സാധനമുണ്ട്, എനിക്ക് രാത്രി ലിപ് ബാം ഇടാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഐ ഹവ് വോക്കൺ അപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് ആൻഡ് പുട്ട് ലിപ് ബാം. ലൈക്ക് ഒരു ദിവസം ഞാൻ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി, ഉറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടല്ല, അങ്ങനെ ഉറങ്ങിപ്പോയി. എന്നിട്ട് വോക്കപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് ആൻഡ് ഐ ഹവ് അപ്ലൈഡ് ലിപ് ബാം. എനിക്ക് അത്രയും ലിപ് ബാം ഭയങ്കര എന്തോ ഒരു മെൻറ്റൽ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ലിപ് ബാമിൻ്റെ. ഐ കനോട്ട് ലിവ് വിതൗട്ട് ലിപ് ബാം. ഇത് ആണ് എൻ്റെ favorite. Oh, I love it. So that's about it, guys. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്.
അപ്പം ഞാൻ 3 റൂൾസ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു. ഇനി 3 ഫാക്ട്സ് ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ പറയാം എന്ന് പറഞ്ഞിരുന്നു. അതിലെ ഫാക്ട് നമ്പർ 1 എന്ന് പറയുന്നത്, വാട്ട് വർക്ക്സ് ഫോർ മീ മൈറ്റ് നോട്ട് വർക്ക് ഫോർ യു. അതാണ് അതിൻ്റെ ഒരു സത്യം. എൻ്റെ സ്കിന്നും നിങ്ങളുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ എൻ്റെ സ്കിന്നിന് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് വർക്ക് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു റീസേർച്ചൊക്കെ നടത്തി പല പ്രോഡക്ട്സും ഉപയോഗിച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് അറൈവ് ആവുകയുള്ളൂ, നമുക്ക് ഏതാണ് നല്ലത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ച സാധനങ്ങളൊന്നും നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. വർക്ക് ആവാം, ആവാതിരിക്കാം. ഫാക്ട് നമ്പർ 2 എന്ന് പറയുന്നത്, what my skin needs is different and what your skin needs is different. For example, എൻ്റെ സ്കിന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈസ് മൈ ആക്നെ സ്കാർ. എനിക്ക് ആക്നെ വന്നു കഴിഞ്ഞാൽ ആക്നെ പോവും, പക്ഷേ ആക്നെ സ്കാർ അവിടെ വർഷങ്ങളോളം കിടക്കും. യു വുഡൻ ബിലീവ് മീ. പക്ഷേ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് എനിക്ക്. അപ്പോൾ ഈ സ്കാർ മാറ്റുന്ന സാധനങ്ങളാണ് എനിക്ക് ബേസിക്കലി വേണ്ടത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് എന്താ വേണ്ടതെന്ന് നിങ്ങൾ അറിയണം. പാവം സ്കിന്ന് പറയുന്നുണ്ട് പലപ്പോഴും നമ്മളോട്, എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടത്. നമ്മൾ കേൾക്കുന്നുണ്ടോ, നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. സോ മറ്റുള്ളവർ മുഖത്ത് വാരി തേക്കുന്ന ഒന്നും നമ്മൾ വാരി തേച്ചിട്ട് കാര്യമില്ല. അതൊന്നും ആയിരിക്കില്ല നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളത്. ഇനി അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന കൺട്രി. ഫോർ എക്സാമ്പിൾ, ഐ ലിവ് ഇൻ ദ UAE and you might be living in India or some other country. അവിടുത്തെ വെതർ കണ്ടീഷൻസും കൺസിഡർ ചെയ്യണം നമ്മൾ. ആ വെതർ കണ്ടീഷൻസിന് ചേരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, വിച്ച് നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ടോക്ക് അബൌട്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഈസ് എ മസ്റ്റ്. കുറേ പേര് പറയും പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പണ്ടത്തെ ആൾക്കാർ അലക്കണ സോപ്പ് വെച്ചിട്ടാണ് മുഖം കഴുകിയിരുന്നത്, വെളിച്ചെണ്ണ മാത്രമേ അവർ മുഖത്ത് തേച്ചിരുന്നുള്ളൂ, അത്രയ്ക്കേ അവർ ചെയ്തിരുന്നുള്ളൂ, അവർക്കൊക്കെ നല്ല സ്കിന്നല്ലേ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ലെവൽ ഓഫ് പൊല്യൂഷൻ അല്ല ഇന്നത്തെ ലെവൽ ഓഫ് പൊല്യൂഷൻ. പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പോഷർ അല്ല നമുക്ക് ഇന്നുള്ളത്. പണ്ടത്തെ ഫുഡ് ഹാബിറ്റ്സ് അല്ല ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ എന്ത് സ്കിന്നിന് കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു തരുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ ഔട്ടർ ലെയറിലിടുന്ന കാര്യങ്ങളാണ്. ഇത് ടു എൻ എക്സ്റ്റെൻഡ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആ സ്കിൻ ടു ലുക്ക് നൈസ്, ബി ഹെൽത്തി. പക്ഷേ വെർ ഹെൽത്ത് ഇസ് കൺസേൺഡ്, there are a lot of things that need to go inside, like നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കുടിക്കുന്നത്, നമ്മുടെ സ്ലീപ്പ്, ഇതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നതിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഐ ഈറ്റ് 1 ഓറഞ്ച് എവറി സിംഗിൾ ഡേ. ഒരു ഓറഞ്ച് ഒരു ദിവസം കഴിക്കും ഞാൻ. അത് ഉറപ്പായിട്ട് ഞാൻ കഴിച്ചിരിക്കും. കഴിക്കാതെ മിക്കതും പോവില്ല. മിക്കതും ഒരു ദിവസം ഒരു ഓറഞ്ച് കഴിക്കും. അത് വൈറ്റമിൻ സി ആണ് അല്ലേ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യലാണ്, ആസ് യു ഓൾ നോ. അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവാം, നിങ്ങളത് ചെയ്യണം. പിന്നെ ബെറീസ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഗ്രീക്ക് യോഗേർട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. പിന്നെ വെജിറ്റബിൾസ് ഓഫ് കോഴ്സ്. മാക്സിമം ട്രൈ ആൻഡ് ഈറ്റ് ക്ലീൻ. എപ്പോഴും നമ്മൾ അങ്ങനെ നമുക്ക് ഒരു സാധനം ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും ട്രൈ ആൻഡ് ഈറ്റ് ക്ലീൻ. 2 ദിവസമൊക്കെ വീക്കെൻഡിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മൾ വായി തോന്നിയതൊക്കെ തിന്നും, അത് കുഴപ്പമില്ല. ജീവിതമല്ലേ, നാളെ നമ്മൾ തട്ടിപ്പോയാലോ, അതുകൊണ്ടൊന്നും കഴിക്കാണ്ടൊന്നും ഇരിക്കേണ്ട. പക്ഷേ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ 2 ദിവസം ഭയങ്കര വലിച്ചു വാരി തിന്നാൽ അടുത്ത കുറച്ച് ദിവസം നമ്മൾ കുറച്ച് ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യുക. ആൻഡ് നന്നായി വേർക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ ടോക്സിൻസ് പുറത്ത് പോകേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ പണിയെടുത്തിട്ട് വേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വർക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വേർക്കണം. വേർക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. പിന്നെ സ്ലീപ്പും ഭയങ്കര ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ സന്തോഷത്തിന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെല്ലാം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ വേണമല്ലോ അവതരിപ്പിക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ നല്ല സ്കിൻ ഉണ്ടാവാനായിട്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഞാൻ ഈ കിടന്ന് പ്രസംഗിക്കുമ്പം എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് സ്കിന്ന് ആണെന്നുള്ളതല്ല അതിൻ്റെ ഒരു അർത്ഥം. എനിക്ക് ആരുടെയും സ്കിൻ പെർഫെക്റ്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. നോബഡി ഹാസ് ഒരു പെർഫെക്റ്റ് സ്കിൻ. എൻ്റെ സ്കിൻ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളൊരു സ്കിന്നാണ്. ആക്നി പ്രോൺ സ്കിന്നാണ്. എന്തെങ്കിലും മോശം മുഖത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തരും. ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എനിക്ക്, പിന്നെ എല്ലാം ഉണ്ട്. എൻ്റെ സ്കിന്ന് ഒട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഐ എം ഹാപ്പി ദ വേ ഇറ്റ് ഈസ്. അതൊരു കാര്യമാണ് കേട്ടോ. യു നീഡ് ടു ബി ഹാപ്പി അബൌട്ട് യുവർ സ്കിൻ, ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് നൈസ്. ഐ മീൻ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇടയ്ക്ക് ഞാൻ ഹാപ്പി ആവാറില്ല, കാരണം ഇടയ്ക്ക് കുറേ കുരുവൊക്കെ വരുമ്പോൾ എനിക്കും അയ്യോ എന്നൊക്കെ തോന്നും. ഇടയ്ക്ക് ഡള്ളാവുമ്പോൾ എനിക്കും വിഷമം തോന്നും. അപ്പോൾ ഐ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഐ എം ഡൂയിങ് സംതിങ് റോങ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ എല്ലാ കാര്യത്തിലേക്കും ഐ ഗെറ്റ് ബാക്ക് ടു ഓൾ ദ റുട്ടീൻ, ലൈക്ക് ക്ലീൻ ഈറ്റിംഗ് ആൻഡ് വർക്ക് ഔട്ട് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്.
സോ യാ, അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫൈനലി ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ് ടു ഓൾ ദ യങ് ഗേൾസ് ഔട്ട് ദർ, ഡു നോട്ട് തിങ്ക് ദറ്റ് എവറിബഡി ഹാസ് പെർഫെക്റ്റ് സ്കിൻ ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് യു ദാറ്റ്സ് സഫറിങ് ഓർ സ്ട്രഗ്ലിംഗ്. നോട്ട് everybody has the best skin. Everybody is going through their own battle. പിന്നെ ഈ നിറം എന്ന് പറയുന്നതും ഒരിക്കലും നിങ്ങളുടെ ഒരു കൺസേൺ ആയിരിക്കരുത്. കാരണം നിങ്ങൾ ഏത് നിറമാണെങ്കിലും ആ നിറത്തിനെ എംബ്രേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞില്ലേ, ക്ലിയർ സ്കിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ലൈക്ക് നമ്മുടെ സ്കിന്നിൽ കുരുക്കൾ വരുന്നതും പ്രശ്നങ്ങൾ വരുന്നതും എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇറ്റ്സ് ഓക്കെ ഐ എംബ്രേസ് മൈ കുരു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പാടില്ല. അതും തെറ്റാണ് കേട്ടോ. കാരണം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് മോശമാവുന്നത്, ലൈക്ക് കുരു വരുന്നതോ അല്ലെങ്കിൽ ഇതൊക്കെ ആവുന്നത് നമ്മുടെ ഹെൽത്ത് മോശമാണെന്നുള്ളതിൻ്റെ സിംറ്റംസ് ആണ്. അത് പ്രൈമറി സിംറ്റംസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഐ എം ഹാപ്പി വിത്ത് ദ കുരു എന്ന് പറയരുത്. ഡോക്ടറെ കാണിക്കുക. എന്തുകൊണ്ടാണ് കുരു വരുന്നത്? ചിലപ്പോൾ PCOD ആയിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഹോർമോണൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പരമാവധി നമ്മൾ ക്ലിയർ സ്കിൻ ഉണ്ടാവാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ നിറം ഒരിക്കലും ഒരു കൺസേൺ ആയിരിക്കരുത്. നമുക്ക് ദൈവം എന്താ തന്നിട്ടുള്ളത് അതിനെ നമ്മൾ നല്ലതായിട്ട് കൊണ്ട് നടക്കുക. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, എൻ്റെ പ്രഭാഷണവും പ്രസംഗവും ഇവിടെ അവസാനിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഡ് അറ്റ്ലീസ്റ്റ് എ ഫ്യൂ ഓഫ് യു. 1-2 ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയാലും ഐ എം ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ വേണോ എന്നുള്ളത് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഐ ഡിഡ് ആൻഡ് സെഡ് ഓൺ ദിസ് വീഡിയോ, അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.